വിശുദ്ധി തന്നുറവിടമാകും. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ക്രിസ്തുയേശുവിൽ ഒരിക്കൽ കൂടെ ഏവർക്കും സ്നേഹ വന്ദനം. മനുഷ്യർക്ക് വിശുദ്ധന്മാരാകാൻ പറ്റുമോ എന്നുള്ളതായ ഒരു ചോദ്യം എക്കാലത്തുമുള്ളതാണ്. അല്ലെങ്കിൽ ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ മനുഷ്യന് സാധിക്കുമോ? എന്നാൽ ജന്മന സകല മനുഷ്യരും പാപികളാണ് എന്ന് ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഒരുവനിൽ പാപബോധമുണ്ടായി പാപം ക്ഷമിച്ചു തരുവാൻ യോഗ്യനായ കർത്താവിനോട് ഹൃദയംഗമായി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ തീർച്ചയായും കർത്താവ് ആ വ്യക്തിയുടെ പാപം ക്ഷമിച്ചു കൊടുക്കും. പിന്നെ ആ വ്യക്തി ഒരിക്കലും പാപിയല്ല, അവൻ വിശുദ്ധനാണ് അഥവാ ഭക്തനാണ്. 32-ാം സങ്കീർത്തനത്തിൽ അതിന്റെ 5-6 വാക്യങ്ങളിൽ സങ്കീർത്തനക്കാരൻ ഇപ്രകാരമാണ് പാടുന്നത്: ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു, എന്റെ അകൃത്യം മറച്ചതുമില്ല, എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റു പറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും എന്നാണ് ഇവിടെ സങ്കീർത്തനക്കാരൻ പാടുന്നത്. അതെ, കർത്താവ് പാപം മറച്ച് കൊടുത്ത മനുഷ്യൻ, അവൻ വിശുദ്ധനാണ്. 32-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിൽ തന്നെ ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ എന്നാണ് അവിടെയും പറയുന്നത്. പൗലോസ് തന്റെ ലേഖനങ്ങളിൽ കൊരിന്ത്യയിലെ അതേപോലെ റോമയിലെ വിശുദ്ധന്മാർക്ക് എന്നാണ് താന് അഭിസംബോധന ചെയ്തുകൊണ്ട് എഴുതുന്നത്. പാപമോചനം പ്രാപിച്ച ഏതൊരു വ്യക്തിയും വിശ്വാസ സ്നാനം പ്രാപിക്കുകയും സ്നാനമേറ്റ വ്യക്തി പരിശുദ്ധാത്മാഭിഷേകവും പ്രാപിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. സകല മനുഷ്യർക്കും പാപപരിഹാരം നൽകുവാൻ വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച് ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുവാനായിട്ട് ഇടയായത്. അതെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ ഉയർപ്പിനെ കുറിച്ചും മറ്റും നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിപ്പാൻ ഇടയായിട്ടുണ്ട്. അപ്പോൾ മനുഷ്യരിൽ വിശുദ്ധരുണ്ടോ, അല്ലെങ്കിൽ മനുഷ്യന് വിശുദ്ധനായിരിക്കാൻ കഴിയുമോ, വിശുദ്ധ ജീവിതം നയിപ്പാൻ കഴിയുമോ? ഇതൊക്കെ എക്കാലത്തുമുള്ള ചോദ്യമാണ്. എന്നാൽ മനുഷ്യരാൽ അത് അസാധ്യമാണ്. എന്നാൽ യേശു ക്രിസ്തുവിനോട് ചേർന്ന് അവന് നിശ്ചയമായിട്ടും ഒരു വിശുദ്ധനായിരിക്കാൻ അവന് കഴിയും, വിശുദ്ധ ജീവിതം നയിപ്പാൻ അവന് കഴിയും. അതുതന്നെയാണ് ബൈബിൾ വ്യക്തമാക്കുന്നതും. അതിനുവേണ്ടിയാണ് പിതാവായ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി നൽകുവാൻ ഇടയായത് എന്നും നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ ഇന്ന് മനുഷ്യർ പലരെയും വിശുദ്ധരായി പ്രഖ്യാപിക്കാറുണ്ട്. ചിലപ്പോൾ അതിന് 10ഉം 100ഉം 1000ഉം ഒക്കെ വർഷങ്ങൾ എടുത്താണ് മനുഷ്യരെ വിശുദ്ധരായി പ്രഖ്യാപിക്കാറുണ്ട്. അങ്ങനെ ഒരു പ്രമാണം ഒരിക്കലും തിരുവചനത്തില് ഇല്ല. മനുഷ്യരെല്ലാവരും പാപികളാണ്. എന്നാൽ ദൈവം വിശുദ്ധീകരിച്ച വ്യക്തി, ആ വ്യക്തി രക്ഷിക്കപ്പെട്ടിരിക്കണം, യഥാർത്ഥമായി യേശുവിനെ ഹൃദയത്തിൽ കൈക്കൊണ്ടിരിക്കണം, യേശുവിനോട് ചേർന്ന് ആ ഒരു വിശുദ്ധ ജീവിതം നയിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അത് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ ആ വിശുദ്ധ ജീവിതം നയിപ്പാനും ഒരുവന് വിശുദ്ധനായിരിക്കാനും കഴിയുകയുള്ളൂ എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തട്ടെ. ആ കർത്താവിനോട് ചേർന്ന് ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ നമുക്ക് ദൈവകരങ്ങളിൽ ഫലമേൽപ്പിച്ചു കൊടുക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. വിശുദ്ധി തന്നുറവിടമാകും പരിശുദ്ധാത്മാവേ, വിശുദ്ധി തന്നുറവിടമാകും പരിശുദ്ധാത്മാവേ, വിശ്വാസികൾ തൻ കൂട്ടായ്മയിലെ
എഴുന്നള്ളിടണമേ, എഴുന്നള്ളിടണമേ. വിശ്വാസികൾ തൻ കൂട്ടായ്മയിലെ എഴുന്നള്ളിടണമേ, എഴുന്നള്ളിടണമേ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. വരിക വരിക ഞങ്ങളിൽ നീ, പരിശുദ്ധാത്മാവേ. വരിക വരിക ഞങ്ങളിൽ നീ, പരിശുദ്ധാത്മാവേ. വരങ്ങളും ഫലങ്ങളും ദാനങ്ങളുമേകി വൃന്ദാസരെ നീ ശക്തരാക്കൂ. യേശുവിൻ സുവിശേഷ വേലകൾക്കായി ഞങ്ങളെ ഇന്നു നീ പ്രാപ്തരാക്കൂ, ഞങ്ങളെ ഇന്നു നീ പ്രാപ്തരാക്കൂ.